തെരുവുനായ പ്രശ്നം സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വിവിധ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. എല്ലാ തെരുവുനായകളെയും നീക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി. ചട്ടപ്രകാരം അവയെ നിയന്ത്രിക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നും കോടതി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ഇങ്ങനൊരു കാര്യം സുപ്രീം കോടതി വ്യക്തമാക്കാനിടയായ സാഹചര്യം എന്താണ്? മാധു, തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട കേസിന്റെ രണ്ടാം ദിവസത്തെ വാദം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഈ പ്രമുഖ അഭിഭാഷകൻ CU സിംഗ് ആയിരുന്നു വാദം തുടങ്ങിയത്. തുടർന്ന് കൃഷ്ണൻ വേണുഗോപാൽ, അതുപോലെ ഗോപാൽ ശങ്കരനാരായണൻ തുടങ്ങിയവരുടെ വാദം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഈ വാദം കേൾക്കൽ ആരംഭിക്കുന്ന സമയത്താണ് ഈ എല്ലാ തെരുവ് നായ്കളെയും നീക്കണമെന്ന് തങ്ങൾ ഒരു ഘട്ടത്തിലും നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചട്ടങ്ങൾ പ്രകാരം അവയെ നിയന്ത്രിക്കുക മാത്രമാണ് എന്നൊരു നിർദ്ദേശം മാത്രമാണ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സന്ദീപ് മേത്ത ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. കാരണം ഈ മൃഗസ്നേഹികളുടെ അഭിഭാഷകരൊക്കെ പ്രധാനമായും ഈ മുഴുവൻ തെരുവ് നായ്ക്കളെ നീക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അത് ഈ നായ്ക്കളോട് കാണിക്കുന്ന വലിയ ക്രൂരതയാണ് തുടങ്ങിയ ആ വാദങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സന്ദീപ് മേത്ത ഇന്ന് ഈ വാദം അല്ലെങ്കിൽ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഇന്നും ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഈ മൃഗസ്നേഹികളുടെ അഭിഭാഷകരോട് ചില പരിഹാസം നിറഞ്ഞ അല്ലെങ്കിൽ കളിയാക്കൽ നിറഞ്ഞ ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ജസ്റ്റിസ് സന്ദീപ് മേത്ത ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഈ പൂച്ചയും എലിയും ശത്രുക്കളാണ്. പക്ഷേ ഈ പൂച്ചകൾ ഈ എലികളെ കടിച്ചു തിന്ന അല്ലെങ്കിൽ കൊല്ലുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ഈ പൂച്ചകളെ നമ്മൾ ഈ പ്രോത്സാഹിപ്പിക്കുകയും പട്ടികളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്ന് അദ്ദേഹം സരസമായി ചോദിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വാദം കേൾക്കൽ ഇന്നും പുരോഗമിക്കുകയാണ്. ആമിക്കസ് ക്യൂറിയുടെ വാദം ഇന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആമിക്കസ് ക്യൂറിയാണ് ഈ സംസ്ഥാനങ്ങൾ ABC ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള നിലപാട് ഇപ്പോൾ കോടതിയെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ കേരളത്തിനൊക്കെ എതിരെ ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വാദം ഇന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ ഉച്ചവരെ മാത്രമാണ് കോടതി ഈ കേസ് കേട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അമിക്കസിന്റെ വാദം ഇന്ന് കോടതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തന്റെ പൂർണ്ണമായ റിപ്പോർട്ട് നൽകുന്നതിന് കുറച്ചുകൂടി സമയം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ, അത് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ ഈ വാദം കേൾക്കൽ അടുത്ത ദിവസത്തേക്ക്, അതായത് അടുത്ത ആഴ്ചത്തേക്ക് മാറുവാനാണ് സാധ്യത.